വൈക്കത്തെ ഫിഷ് ഫാം ഉടമ വിപിൻ നായരുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ. വിപിൻ ആത്മഹത്യ ചെയ്യില്ലെന്നും ഫിഷ് ഫാമിലെ ഷെഡിൽ നിന്നും ലഭിച്ച സൂചനകൾ ആത്മഹത്യയെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ളവ അല്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. വിപിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറി. വൈക്കം തോട്ടകം ഫിഷ് വേൾഡ് അക്വാ ടൂറിസം ഫാം ഉടമ ടിപുരം സ്വദേശി വിപിൻ നായരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് ഫാമിന് സമീപത്തെ കാരിയാറ്റിൽ നിന്നും കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി മുതൽ ഇദ്ദേഹത്തെ കാണാതായിരുന്നു. ദേഹത്ത് ഇഷ്ടികകൾ കെട്ടിവെച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ വിപിൻ ആത്മഹത്യ ചെയ്യില്ലെന്നും ഫിഷ് ഫാമിലെ ഷെഡിൽ നിന്നും ലഭിച്ച സൂചനകൾ ആത്മഹത്യയെന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ളവ അല്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഷെഡിനുള്ളിൽ കടലപ്പൊതി കണ്ടെത്തിയിരുന്നു. ഫോണിൽ യൂട്യൂബ് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ടോർച്ച് തെളിച്ചു വെച്ച നിലയിലുമായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ടുള്ളയാൾ കാലിൽ ഇഷ്ടിക കെട്ടിവെച്ച് ആറ്റിൽ പോയി ചാടിയെന്ന് കരുതാനാവില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. വിപിന് വലിയ കടബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. വിപിൻ നായരുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. വിപിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഇന്നലെ ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തീർച്ചയായിട്ടും ദുരൂഹത തോന്നുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മോളെ കൊണ്ടാക്കാനായിട്ട് 4 മണിക്ക് വന്നേക്കാൻ 4:30 ആകുമ്പോൾ വീട്ടിലെത്തിയേക്കാന്ന് പറഞ്ഞ് പോയ ആളാണ്. വിളിച്ചിട്ട് 4 മണിയായിട്ടും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതിന് മുമ്പാണെങ്കിൽ 2 പാക്കറ്റ് കടല മേടിച്ച് 1 പാക്കറ്റ് മൊത്തം പൊട്ടിച്ച് തിന്നു. അതിനുശേഷം 2 ഡെസ്ക് ഫ്രണ്ടിൽ കിടന്ന 2 ഡെസ്കും മറിഞ്ഞ് കിടക്കുന്നു. അടുത്ത പാക്കറ്റിലെ കടല മൊത്തം നിലത്തോടെ വെതറി കിടക്കുന്നു. പിന്നെ യൂട്യൂബ് ഓടിക്കൊണ്ടിരിക്കുന്നു. ബെഡ് മറിഞ്ഞ് കിടക്കുന്നു. കസേര മേശ എല്ലാം മറിഞ്ഞ് കിടക്കുന്നു. നിലത്തോടെ വലിച്ചഴിച്ച പാടുകൾ പോലെയുള്ള പാടുകൾ. പിന്നെ ഒരു ഇഷ്ടിക ആണെങ്കിൽ അകത്ത് വെച്ചിരുന്ന ഇഷ്ടികയാണ് നടുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ അവിടെ തന്നെ വന്ന് കിടക്കുന്നു. പിന്നെ ഒരിക്കലും തുറന്നിടാത്ത മൊത്തം അടച്ചിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽ ഫുള്ള് തുറന്ന് കിടക്കുന്നു. 4 മണിക്ക് ലൈറ്റ് കണ്ടതായിട്ടൊരു വള്ളക്കാരൻ പറയുന്നുണ്ട്. അത് അവർ ചെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫാണ്. പിന്നെ ടോർച്ച് തെളിഞ്ഞ് കിടക്കുന്നു. ടോർച്ചാണെങ്കിലും വലിച്ചഴിച്ച ഒരു വി ഷേപ്പിൽ വലിച്ചഴിച്ച പോലെ പാടുകളുണ്ട്. പിന്നെ യൂട്യൂബ് നോക്കിയിട്ടും കടല തിന്നേച്ച് കുറച്ചിട്ട് പോയിട്ടും സൂയിസൈഡ് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത്രയും കല്ലുകൾ പുള്ളി ഒരുമിച്ച് 10-12ഓളം കല്ലുകൾ ശരീരത്തിൽ നിന്ന് ഇഷ്ടിക കെട്ടി ഇത് ശരീരത്തിൽ നിന്ന് കെട്ടി. അത്രയും കല്ലുകൾ കെട്ടണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു മണിക്കൂർ എങ്കിലും എടുക്കും. നടക്കാൻ കാലിന് നീരുള്ള കാരണം നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു വിപിൻ. അപ്പം അത്രയും പുള്ളി കല്ലും കെട്ടി 10-12 കല്ലും കെട്ടി കുളത്തിൻ്റെ അവിടം വരെ നീങ്ങണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പുള്ളി ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒത്തിരി പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടുള്ള ഒരാളാണ്. പുള്ളി ഇങ്ങനെ ഒരിക്കലും പുള്ളി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു റിസൾട്ട് കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജപ്തി നോട്ടീസ് എന്ന് പറയാനായിട്ട് അറിയില്ല. അവർ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം 2018 വെള്ളപ്പൊക്കത്തിൽ മൊത്തം നശിച്ചു പോയി. അത് രണ്ടാമത് പുനരുദ്ധരിച്ച് വീണ്ടും ഒന്നായി വന്നപ്പോഴത്തേക്കും കൊറോണ വന്ന് 2 കൊല്ലം അങ്ങനെയും പോയി. അതോടുകൂടി നല്ല സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ജപ്തി നോട്ടീസിനെ കുറിച്ച് അറിയില്ല, എങ്കിലും നല്ല സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ശത്രുക്കൾ ഒരു കാരണവശാലും വിപിന് ആരും ശത്രുക്കളുണ്ടാവില്ല. കാരണം വളരെ സോഫ്റ്റ് സ്പോക്കണും വളരെ പക്വതയുള്ള ഒരാളായിട്ടാണ് വിപിന് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അങ്ങനെ നമുക്കറിയില്ല. അങ്ങനെ നമുക്ക് ഇല്ല. അങ്ങനെ നമുക്ക് ബാങ്കുകളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ആരും ഉള്ളതായിട്ട് അറിയില്ല. ബാങ്കുകളിൽ നിന്ന് മാത്രമേ ഉള്ളതായിട്ട് ഞങ്ങളുടെ അറിവിലുള്ളൂ.